ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് നമ്പർ 64 തോന്നുന്നുണ്ട്. വീക്കെൻഡ് എപ്പിസോഡാണ്. അപ്പൊ ഇന്ന് നമ്മള് മൂന്ന് പ്രൊമോ കണ്ടു. അപ്പൊ ഇന്ന് നമ്മളുടെ മദേഴ്സ് ഡേ ആയിട്ടുള്ള കുറച്ച് വിഷസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമ്മൾ കാണാൻ തോന്നുന്നത്. ഇന്നലെ ലൈവില് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും അമ്മമാർക്ക് കത്ത് എഴുതാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നു. സായി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, കണ്ടറിയണി എന്തൊക്കെയോ എഴുതി എന്നുള്ളത് അത് ഇന്ന് രാത്രിത്തെ എപ്പിസോഡിൽ കാണാം. പിന്നെ മദേഴ്സ് ഡേ ആയിട്ട് ലാലേട്ടന്റെ വക നല്ല അടിപൊളി പ്രൊമോ ഉണ്ടായിരുന്നു. എല്ലാ അമ്മമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു പറഞ്ഞിട്ട് അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറൊരു പ്രൊമോ കണ്ടത് ഇന്ന് മറ്റേ വിജയ ചുംബന കഥകൾ, വിജയ ചുംബനം ആർക്ക് വേണ്ടിയിട്ട് ആർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അതില് വന്നത് സായിയും അഭിഷേകും ജിൻഡുമാണ്. കുറെ ഉമ്മ കളിയാണ് ഫുള്ളാണെന്ന് പറഞ്ഞത്. ലിപ്സ്റ്റിക്കില് ഒരു കോല് വെച്ചിട്ട് ചുണ്ടില് വരച്ചിട്ട് ഉമ്മയ്ക്ക് എന്താണ് സംഭവം. അപ്പൊ നല്ല രസമായിരുന്നു. സായിന്റെ എക്സ്പ്രഷൻസും സായിനെ ഉമ്മയ്ക്കുന്ന സീനൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയാ, പിന്നെ കണ്ടതാണ് നമ്മൾ എവിക്ഷൻ. അപ്പൊ നമ്മൾ അറിഞ്ഞത് എവിക്ഷൻ ശ്രീരേഖ ഔട്ടായി എന്നാണ്. അറിയില്ല ശ്രീരേഖയാണ് ഔട്ടായി എന്നുള്ളത് ഇനി നമുക്ക് രാത്രിത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നത് ശ്രീരേഖ തന്നെയാവും ഔട്ടായിട്ടുണ്ടാവും. അപ്പൊ ഇന്നലെ ശരണ്യ ഔട്ടായി, ഇന്നിപ്പോ ശ്രീരേഖയാണ് ഔട്ടാവുന്നത്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് എനിക്ക് തോന്നുന്ന മദേഴ്സ് ഡേന്റെ പ്രോഗ്രാംസ് ആവും കൂടുതൽ ഉണ്ടാവുക. എല്ലാ അമ്മമാരെയും വിശ്വാസം ഉണ്ടാവണം. പിന്നെ കത്ത് എഴുതിയത് വായിപ്പിക്കുന്നുണ്ടാവും ലാലേട്ടന്റെ മുന്നിൽ നിന്ന്. പിന്നെ അതൊരു നല്ല ദിവസം തന്നെയാണല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണല്ലോ കാണിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് അത് കാണാം. പിന്നെ വിക്സന്റെ ഒബ്വിയസ്ലി പിന്നെ കുറച്ച് ടാസ്കുകൾ, ആ ടാസ്ക്കാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ ഇന്നലെ മിഞ്ഞാന്ന് കണ്ടു, മഞ്ഞുമൽ ബോയ്സ് അവർക്ക് കാണിച്ചു കൊടുത്തു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ അത് അതിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ മഞ്ഞുമൽ ബോയ്സ് എല്ലാവരും അത് കാണുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മളത് ലൈവിൽ കാണുമ്പോൾ ഇങ്ങനെ കുറേ മ്യൂട്ടായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ 2.5 മണിക്കൂർ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ സായി ഇതൊക്കെ ഓൾറെഡി കണ്ടതാണ്, റിലീസിന് അന്ന് തന്നെ പോയി കണ്ടതാണ്. പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ കണ്ടത്. അപ്പോൾ അതൊക്കെ നല്ല അനുഭവം തന്നെയായിരുന്നു. പിന്നെ മെയിനായിട്ട് പിന്നെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ എന്തൊക്കെ വേറെ സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ഇനി മനസ്സിലാക്കട്ടോ. അപ്പോ ഇന്ന് വേറൊരു പ്രൊമോവും കണ്ടു. പവർ റൂം കോൺസെപ്റ്റിനെ കുറിച്ച് ലാലേട്ടൻ കണ്ടസ്റ്റൻസിനോട് ചോദിക്കുന്നത്. അപ്പോ ഞാൻ ഇന്നലെ ഒരു ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പവർ റൂം കോൺസെപ്റ്റ് വേണോ, പവർ റൂം എന്ന സംഭവം ഒഴിവാക്കിയുന്നുണ്ട്. പക്ഷെ ഈ സീസണിന്റെ ഒരു ഫ്രഷ്നെസ് എന്ന് പറഞ്ഞാൽ പവർ റൂം തന്നെ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് പവർ റൂം എന്തായാലും ഇവർ ഒഴിവാക്കുന്നതാണ്. കാരണം ആ ഒരു പേരും പറഞ്ഞിട്ട് കുറെ പേര് രക്ഷപ്പെടുന്നുണ്ട്, നോമിനേഷൻ ഫ്രീ ആവുന്നുണ്ട്. അപ്പൊ ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, അത് കറക്റ്റ് പറയുന്നുണ്ട്, എല്ലാവരും സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഇവര് കാരണം അങ്ങനെ കാണുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും പവർ റൂം പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാവും. പിന്നെ വേറെ എന്തെങ്കിലും പുതിയ സാധനം ഇംപ്ലിമെന്റ് ചെയ്യുമോ എന്നുള്ളത് ഇനി കണ്ടറിയാം. ഇവരുടെ തീരുമാനങ്ങളാവുള്ളത്, നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്.